ഹലോ, ഞാൻ ജിമ്മി മാത്യു. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പലതരം സംഭവങ്ങളുമായിട്ടുള്ള ഒരു ചാനലാണിത്. നിങ്ങൾക്കറിയാം, വളരെയധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ചാനലാണ്. അങ്ങനെ അല്ലാത്ത കാര്യങ്ങളുമുണ്ട്. എല്ലാം നിങ്ങൾ നോക്കിയിട്ട് ഇൻട്രസ്റ്റിംഗ് കണ്ടൻ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചത് ഈ ഇമ്മ്യൂൺ അപ്രോച്ച് ടു ക്യാൻസർ, അതായത് ക്യാൻസർ ഇമ്മ്യൂൺ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ മനുഷ്യന് കോൺക്വർ ചെയ്യാൻ സാധിക്കുമോ, കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാനൊക്കെ സാധിക്കുമോ, ചികിത്സിച്ച് മാറ്റാനായിട്ടുള്ളൊരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഈ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതായത് ഒരു വൈറൽ ക്ലിപ്പ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ ഒരു വാർഷിക മീറ്റിങ്ങിൽ 2026 എണീറ്റ് നിന്ന് കൈയടിക്കുന്നു. അതായത് ഒരു ട്രയലിൻ്റെ റിസൾട്ട് പറഞ്ഞപ്പോൾ പ്രസൻറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ എണീറ്റ് നിന്ന് കൈയടിക്കുകയാണ്. അത് സാധാരണ ഒരിക്കലും സംഭവിക്കാറില്ല. കാരണം നമ്മളൊക്കെ ഇതുപോലത്തെ മീറ്റിങ്ങിലൊക്കെ കാണാറുള്ളതാണല്ലോ. എത്ര നല്ല പ്രസൻറ്റേഷൻ ആണെങ്കിലും ആൾക്കാർ ഇങ്ങനെ കൊള്ളാം, അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ എണീറ്റ് നിന്ന് കൈയടിക്കാൻ എന്താണ് കാരണം? അതായത് ഈ പാൻക്രിയാറ്റിക് ക്യാൻസറിനകത്തുള്ള ഒരു ട്രയലാണത്. പാൻക്രിയാറ്റിക് ക്യാൻസർ ഭയങ്കര ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്യാൻസറാണ്, പ്രത്യേകിച്ച് കുറച്ച് വലുതായി കഴിഞ്ഞാൽ, മീൻസ് സ്പ്രെഡായി കഴിഞ്ഞാൽ. അപ്പോൾ ഡാരക്സോൺ റാസിബ് എന്ത് പാടാണല്ലേ, നാക്കുളുക്കുന്നത്. ഇപ്പോഴത്തെ ക്യാൻസർ മെഡിസിൻസ് ഒക്കെ ഇതുപോലത്തെ പേരുകളാണ്, പക്ഷേ രക്ഷയൊന്നുമില്ല. അപ്പോൾ ഡാരക്സോൺ റാസിബ് എന്ന് പറയുന്ന ഒരു മരുന്ന് കൊടുത്തപ്പം അത് ഈ 60% റിസ്ക് ഓഫ് ഡെത്ത് കുറഞ്ഞു, സർവൈവൽ ബെനിഫിറ്റ് ഡബിളായി എന്നുള്ളതാണ്. അത് ഭയങ്കര ഇഫക്റ്റീവാണ് ഈ മെഡിസിൻ. പക്ഷേ ഈ മെഡിസിൻ ഒരു പ്രത്യേകതയുണ്ട്. KRAS എന്ന് പറയുന്ന ഒരു മ്യൂട്ടേഷനെ ടാർഗറ്റ് ചെയ്യുന്ന മെഡിസിനാണ്. ഈ KRAS മ്യൂട്ടേഷൻ വളരെയധികം ക്യാൻസറുകളിൽ ഉണ്ടാകുന്ന ഒരു മ്യൂട്ടേഷനാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പ്രോമിസ് ഉണ്ട് ഇതേപോലത്തെ മെഡിസിൻസ് പല ക്യാൻസറിൽ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഈ കുറച്ച് നാൾ മുമ്പ് ഒരു കോളൺ ക്യാൻസർ, അതായത് മിസ്മാച്ച് റിപ്പയർ ഡെഫിഷ്യൻസി ഉള്ള ഒരു തരം കോളൺ ക്യാൻസറുകളിൽ, ഈ അടുത്ത് അഡ്വാൻസ്ഡ് കോളൺ ക്യാൻസറുകളിൽ, ആ ക്യാൻസറിൽ യൂഷ്വലി സർജറിയും കീമോതെറാപ്പിയും ഒക്കെ കൊടുത്താലും പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്ന ഒരു ക്യാൻസറിൽ ഡോസ്റ്റാർലിമാബ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ കൊടുത്ത ഒരു ട്രയലിൽ ആൻഡ്രിയ സെർസക് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ നടന്ന ട്രയലാണ്. ആ ട്രയലിൽ നടുക്ക് വെച്ച് നിർത്തേണ്ട വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തവർക്കൊക്കെ സുഖപ്പെട്ടു. വലിയ ചക്ക പോലെ ഇരിക്കുന്ന ട്യൂമറുകളൊക്കെ മെൽറ്റായിപ്പോയി, ക്യാൻസറേ കാണാനില്ല, ക്യാൻസർ കംപ്ലീറ്റ് അപ്രത്യക്ഷമായി. അപ്പോൾ നാച്ചുറലി അത് നിർത്തേണ്ടി വരുമല്ലോ, കാരണം മറ്റേ ഗ്രൂപ്പുകാർക്ക് അത് തന്നെ കൊടുക്കണം. പക്ഷേ അതൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്യാൻസറിന് മാത്രമാണ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം ഇവിടെ എത്തി മക്കളെ എന്നുള്ളതാണ്. പലതരം ഇതേപോലത്തെ സാധനങ്ങൾ എത്തി തുടങ്ങി. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് മുതലേ ക്യാൻസറിന് എന്താ ചികിത്സ? ക്യാൻസർ വെട്ടിപ്പൊളിച്ച് മാറ്റുക. അപ്പോൾ അതിൻ്റേതായ എത്രയോ പ്രശ്നങ്ങൾ, പലപ്പോഴും വെട്ടിപ്പൊളിച്ച് മാറ്റാൻ പറ്റില്ല. വെട്ടിപ്പൊളിച്ച് മാറ്റിക്കഴിയുമ്പം സർജറി ചെയ്ത് മാറ്റിക്കഴിയുമ്പോൾ അതിൻ്റേതായ ഭയങ്കരമായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, സാധിക്കാതെ വരാം. പിന്നെ റേഡിയോ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശം മൊത്തം കരിച്ച് കളയുക, അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഭയങ്കര സ്പീഡിൽ ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളെ ടാർഗറ്റ് ചെയ്യുന്ന സാധനമാണ്, അല്ലാണ്ട് ക്യാൻസർ സെല്ലിനെ മാത്രമല്ല. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള സ്പീഡിൽ ഡിവൈഡ് ചെയ്യുന്ന എല്ലാ സെല്ലുകളെയും അത് അഫക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണ് പലപ്പോഴും ഈ കീമോതെറാപ്പിയുടെ ഭയങ്കരമായ സൈഡ് ഇഫക്റ്റുകളും ഒക്കെ വരുന്നത്. മാത്രമല്ല, അത് പൂർണ്ണമായിട്ടും ക്യാൻസർ കോശങ്ങൾ തന്നെ നശിച്ചു പോകണമെന്നുമില്ല. ക്യാൻസറിനെ സ്പെസിഫിക് ആയിട്ട് അത് ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഇമ്മ്യൂൺ അപ്രോച്ച് ടു ക്യാൻസറിൽ അങ്ങനെയല്ല, നമ്മൾ ആ ട്യൂമറിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിലും ക്യാൻസർ സെല്ലുകൾ, ക്യാൻസർ ആവാൻ സാധ്യതയുള്ള മ്യൂട്ടേഷൻസ് ഉണ്ടായ സെല്ലുകൾ ഇങ്ങനെ എപ്പോഴും ഇരിക്കുന്നതാണ് എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്ക് നിദാനമായ സെല്ലുകൾ അതിനെ ആക്രമിച്ച് കൊല്ലുന്നു, എപ്പോഴും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്രിയയെ രക്ഷപ്പെട്ട് പുറത്ത് ചാടുന്ന സാധനങ്ങളാണ് ഈ ക്യാൻസർ ഡിസീസ് ശരിക്കും പുറത്തേക്ക് വരുന്ന ക്യാൻസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ ക്യാൻസർ സെല്ലുകളെ നമ്മുടെ ബോഡി തന്നെ അടിച്ചു കളയാണ്. അപ്പോൾ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എങ്ങനെ ഈ പർട്ടിക്കുലർ വലിയൊരു ക്യാൻസർ, നമ്മൾ ഡയഗ്നോസ് ചെയ്ത ക്യാൻസറിനെ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റംസിനെ കൊണ്ട് എങ്ങനെ അറ്റാക്ക് ചെയ്യിക്കാം എന്ന് നോക്കലാണ് ഇമ്മ്യൂൺ അപ്രോച്ച് ടു ക്യാൻസറിൻ്റെ പ്രത്യേകത. പലതരം സാധനങ്ങളുണ്ട് കേട്ടോ. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉണ്ട്. അതായത് ക്യാൻസർ ആൻറ്റിജൻസ്, ക്യാൻസറിൻ്റെ പുറത്തുള്ള ആൻറ്റിജൻസ് കണ്ടുപിടിച്ചിട്ട് അതിന് എതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കി ആ ആൻറ്റിബോഡീസിനെ
നമ്മുടെ ശരീരത്തിലേക്ക് കടത്തി വിടുക. അപ്പം സ്പെസിഫിക് ആയിട്ട് ആ ട്യൂമറിനുള്ളത്. പിന്നെ ഈ കാർ ടി സെൽ തെറാപ്പി എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ ടി സെൽസിനെ വേർതിരിച്ചെടുത്ത് അതിനെ നമ്മുടെ ശരീരത്തിലുള്ള ക്യാൻസറിൻ്റെ പുറത്തുള്ള ആൻറ്റിജൻസിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പ്രാപ്തനാക്കി. അതായത് ഒരു പോലീസുകാരെ കുറേ പേരെ എടുത്ത് ഒരു പർട്ടിക്കുലർ ടെററിസ്റ്റ് ഗ്രൂപ്പിനെതിരായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് ചേർക്കുന്നത് പോലെ നമ്മൾ തിരിച്ച് ഇൻഫ്യൂസ് ചെയ്യുക. അങ്ങനെ പല സംഭവങ്ങളും ഇപ്പം നടക്കുന്നുണ്ട്. നമുക്കിതൊക്കെ ശരിയാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പോഴും പലതരത്തിനും നല്ല പ്രോമിസ് ഉണ്ട്. മാലിഗ്നൻ മെലനോമയിലും പലതരം ക്യാൻസറിനും ലിംഫോമ അതുപോലെ പലതരം ക്യാൻസറുകൾക്ക് ഇങ്ങനത്തെ മെഡിസിൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാ, ആർക്കറിയാം, 10-20-30 കൊല്ലം കൊണ്ട് ചിലപ്പം ഈ സർജറി ഒന്നും വേണ്ടി വരില്ല, റേഡിയോതെറാപ്പി ഒന്നും വേണ്ടി വരില്ല. ഏത് ക്യാൻസറിനാണെങ്കിലും ഇതേപോലെയുള്ള ഇമ്മ്യൂൺ തെറാപ്പി മെഡിസിൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴുണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ഭയങ്കര വിലയാണ്. പല മെഡിസിൻസും അഫോർഡ് ചെയ്യാൻ പറ്റാതെ, അതായത് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെ പെർ മന്ത്, അത് ഇൻഡെഫിനിറ്റായിട്ട് എല്ലാ മാസവും കഴിക്കണം കൊല്ലങ്ങളോളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അങ്ങനൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. അതിന് കൂടി വരും. അപ്പം നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും തൽക്കാലം ഭയങ്കര ഭ്രാന്താകും. കാരണം നമുക്ക് അത് എഫക്റ്റീവായിട്ടുള്ള തെറാപ്പി ഉണ്ട്, പക്ഷേ അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ല. അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഇവോൾവിങ് സിറ്റുവേഷനാണ്. പല കാര്യങ്ങളിലും പോലെ ഈ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ വരുന്നു മക്കളെ.